ഹായ്, ഞാൻ അമീറ. എലാൻസിലെ ACCA സ്കിൽ ലെവൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 10th കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്ഷൻസ് എന്താ, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്. അപ്പോൾ ഞാൻ അങ്ങനെ കോമേഴ്സ് ചൂസ് ചെയ്തു. കോമേഴ്സ് ആയതുകൊണ്ട് തന്നെ 12th കഴിഞ്ഞിട്ട് അങ്ങനെ കൂടുതലൊന്നും ആലോചിച്ചിട്ടില്ല. നേരെ BCom ആണ് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCom ചെയ്തതിന് ശേഷം BComന് ശേഷമാണ് ആലോചിക്കുന്നത് എന്ത് കരിയർ പാത്ത് ചൂസ് ചെയ്യണം. MBA വേണോ, അബ്രോഡ് സ്റ്റഡീസ് ആയിട്ട് അങ്ങനെ പോകണോ, എന്താണെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ചെയ്യുന്നു. ഒരുപാട് എൻട്രൻസ് എക്സാംസ് എഴുതി, പക്ഷെ ഒന്നിലും എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഇത് നമുക്ക് ലൈഫിൽ കുറേ കാലം ചെയ്യാനുള്ളൊരു കാര്യമാണല്ലോ, അപ്പോൾ അതിലൊരു ഹാപ്പിനെസ് കിട്ടില്ല അങ്ങനെ തോന്നി. പിന്നെ ACCയെ പറ്റി ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെന്താ ഒരു ഡിഫിക്കൾട്ട്, നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും എഴുതിയെടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കോഴ്സ് അങ്ങനെയാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ കേട്ട് മേ ബി ട്രൈ ചെയ്താലോ, ഒരു ചലഞ്ചല്ലേ, നോക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ കുറേ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച്, അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് എന്താ പറയുക, ACC അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എഫേർട്ട് ഇട്ടാൽ പറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ ACCയെ ചൂസ് ചെയ്ത് ACC എടുക്കാമെന്നാക്കി. പിന്നെയാണ് ആലോചിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ വീണ്ടും സീനിയേഴ്സിൻ്റെ അടുത്ത് തന്നെ പോയി എന്താ എവിടെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ബെസ്റ്റ് ഫാക്കൽറ്റീസ് എവിടെയാണോ അവിടെ ചൂസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതും കൺഫ്യൂഷൻ. ഞാൻ നോക്കിയപ്പോൾ എലാൻസിനെ പറ്റി കണ്ട് ഫാക്കൽറ്റി പാനലൊക്കെ നോക്കിയപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫാക്കൽറ്റീസാണ്. പിന്നെ എലാൻസിൻ്റെ മെൻറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ എലാൻസ് ചൂസ് ചെയ്ത്. എലാൻസിൽ വന്ന ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ അതൊരു റൈറ്റ് ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടുത്തെ മെൻറ്റർ സപ്പോർട്ടാണെങ്കിലും, പിന്നെ എലാൻസിൻ്റെ നമുക്കൊരു ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റെക്കോർഡിങ്സ് കിട്ടുന്ന എലാൻസിൻ്റെ ആപ്പാണെങ്കിലും എന്തുകൊണ്ടൊരു സ്റ്റുഡൻറ്റിനെ ഗൈഡാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്ത്. നമുക്ക് ഡിഗ്രി വരെയുള്ളൊരു പഠനം എന്ന് പറയുന്നത് ലൈക്ക് നമുക്കൊരു ഫുൾ മന്ത് അല്ലെങ്കിൽ ഒരു സെമിസ്റ്റർ മൊത്തം എഫേർട്ട് ഉണ്ട് ആവശ്യമൊന്നുമില്ല. നമുക്കൊരു പാസ് മാർക്കാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈവൻ ലൈക്ക് ഒരു എബവ് പാസ് മാർക്ക്, ഒരു 80% മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, എക്സാമിൻ്റെ ഒരു 1 വീക്ക് മുന്നേ എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടണം. നമ്മളുടെ സിസ്റ്റം തന്നെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ആണ് ഇവിടെ ഉള്ളത്. എനിക്ക് ചെറുപ്പം മുതൽ സ്കൂളിലും ഒക്കെ പഠിക്കുന്ന നേരം സ്പോർട്സ്, ആർട്സ്, അങ്ങനെ എല്ലാ കോ-കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യൽ, അങ്ങനെ എല്ലാത്തിലും ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ACC പോലത്തെ ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ടെൻഷനാണ് നമുക്ക് പഠിത്തത്തിനൊപ്പം മറ്റുള്ള കാര്യങ്ങളും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് എനിക്കിവിടെ വന്നേരം സാറുമാരുടെ എന്താ പറയുക ഷെഡ്യൂള്, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എലാൻസും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സ്പോർട്സിലാണെങ്കിലും ഇവിടുത്തെ പരിപാടികളാണെങ്കിലും എല്ലാ ആക്ടിവിറ്റീസിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൈൻഡിനും ഒരു പീസ്ഫുൾനെസ് തരുന്നൊരു കാര്യമാണ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും എപ്പോഴും നമുക്ക് മെൻ്റൽ സപ്പോർട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ ക്ലാസ്സസ് ആണെങ്കിലും നമുക്ക് എലാൻസിൽ വന്ന് പഠിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര നല്ല ഇതായിട്ട് തോന്നി. അങ്ങനെ എലാൻസിൽ വെച്ച് നോക്കുമ്പോൾ ഐ എം വെരി ഹാപ്പി അബൌട്ട് മൈ ചോയ്സ്.